ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കിച്ചൺ റിലേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നല്ല കേട്ടോ, ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഇത്. നെയ്ച്ചോറും ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉച്ചക്ക് ഉള്ള ഫുഡ് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഫസ്റ്റ് കണ്ടത്. എങ്ങോട്ടാന്ന് ചോദിച്ചാൽ വാപ്പ പോവാറായിട്ടുണ്ട്. അപ്പോൾ വാപ്പാക്ക് മക്കളെ കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്നിങ്ങനെ കറങ്ങണം. അപ്പോൾ നമുക്ക് മുതുബല ബന്ദിപ്പൂര് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ മക്കൾ ഇൻട്രോ കൊടുക്കുകയാണ്. എങ്ങോട്ടാ പോണേ? ആരെ കൂടെ പോണേ? ആരെ കൂടെ പോണേ? അപ്പോൾ അവർ പറഞ്ഞു ഇന്ന് ഞാൻ കൊടുക്കാൻ വെച്ച ഇൻട്രോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് അവർക്കൊരു ചാൻസ് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉച്ചക്കുള്ള ലഞ്ചിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 7:30 ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അതിനിടയ്ക്ക് ഉമ്മ അവിടെ നിന്ന് വീണു കേട്ടോ, എന്താ എഴുതിയിട്ട്. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളങ്ങനെ പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ എല്ലാവരുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നേരത്തെ എണീക്കൊക്കെ ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, കുട്ടികളാവുകൊണ്ട് തന്നെ നമുക്ക് അവരെ ഒരുക്കാൻ ഒരുപാട് പണിയാണ് കേട്ടോ. അവർക്കുള്ള എന്തെങ്കിലും ഡ്രസ്സാണെങ്കിലും ചപ്പൽസ് ആണെങ്കിലും ഒക്കെ ഒരുങ്ങി കിട്ടണമെങ്കിൽ നല്ല പണിയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ വീട് ക്ലോസ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. വാപ്പ നമ്മൾ എങ്ങനെയും പോവാന്ന് വെച്ചാൽ വാപ്പ നേരത്തെ മാറ്റി ഒരുങ്ങി വണ്ടി പുറത്ത് റോട്ടിലോട്ട് ഇറക്കി നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ലിനോനും മിനുവിനും ഒരു തവണ നമ്മൾ ഡിക്കിയിൽ ഇറക്കി കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ അവർ ഡിക്കിയിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് കേട്ടോ. അതിനിടക്ക് ഈ മതും വാശി പിടിക്കുന്നുണ്ട്. പക്ഷെ അവനെ നമ്മൾ ഇരുത്തിയിട്ടില്ല. അവരോട് എത്ര നമ്മളെ ഫ്രണ്ടിക്ക് പോരാൻ പറഞ്ഞാലും ഇവർ പോരുമില്ല കേട്ടോ. ഇവരവിടെ ഇരിക്കും. പക്ഷേ കുറച്ച് നമ്മളിപ്പോൾ ഒരു ചേലങ്കര ഭാഗത്തു നിന്ന് കോട്ടപ്പാട അതുവരെയൊക്കെ ആകുമ്പോഴേക്കും അവർ ഡിക്കിന്ന് നമ്മളെടുത്ത് തന്നെ വരും കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ ബേക്കറി ഐറ്റംസ് ഒന്നും വേണ്ടാന്ന് പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് നമുക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ മേടിക്കുക എന്ന് പറഞ്ഞ് അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ പ്ലംസ്, അതുപോലെ ഈത്തപ്പഴം, ആപ്പിള്, മാങ്ങ, മുന്തിരി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പിൽ നിന്ന് തന്നെ അവരുടെ നിന്ന് വാഷ് ചെയ്ത് അവിടെ തന്നെ കട്ട് ചെയ്ത് അങ്ങനെ ഉണ്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ കണ്ടെയ്നേഴ്സൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അത് പുറകിലായതുകൊണ്ട് പിന്നെ നമ്മൾ എടുത്തില്ല. പിന്നെ അവരുടെ ഒരു കവറിനകത്ത് തന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ പോണ വഴിക്ക് നമ്മളങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചു പോകുമ്പോൾ എനിക്ക് ബേക്കറി ഐറ്റംസാണ് വേണ്ടത്. പക്ഷേ പാപ്പ നമുക്ക് റെയിനി സീസണൊക്കെ അല്ല, അപ്പോൾ മക്കൾക്ക് ഫ്രൂട്ട്സ് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫ്രൂട്ട്സാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. ആപ്പിള്, മാങ്ങയൊക്കെ കട്ട് ചെയ്തിട്ട് തന്നെ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വാപ്പ അപ്പോൾ നാട്ടിൽ വന്നിട്ട് തന്നെ ഒരുപാട് തവണ പോയിട്ടുണ്ടാവും കേട്ടോ. മുതുവല ബന്ദിപ്പൂർ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും അതുപോലെ അങ്ങനെയൊക്കെ റിലേറ്റീവ്സായിട്ടൊക്കെ പോയിട്ടുണ്ട്. എന്നാലും വാപ്പാക്ക് നമ്മൾ പോണ വഴി തെറ്റിട്ടോ. നമ്മൾ മാപ്പൊക്കെ ഇട്ടിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ നമ്മളുടെ ഗൂഗിൾ മാപ്പിനകത്ത് നമ്മൾ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ പെട്ടെന്നുള്ള വഴിയാണ് കാണിച്ചു തരിക ചെയ്യുക. പക്ഷേ പോക്കറ്റ് റോഡ് ആവുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോണ വഴിയിൽ ഒരുപാട് തെറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ വഴി. വാപ്പ പോയിട്ടുണ്ട്, എന്നാലും വാപ്പ എപ്പോഴും ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോവുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കർണാടക സ്റ്റേറ്റിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നമ്മൾ ക്യാഷൊക്കെ പേ ചെയ്ത് അവർ നമ്മളുടെ കയ്യിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർ കളക്ട് ചെയ്യും കേട്ടോ അവിടെ നിന്ന് തന്നെ. പക്ഷെ നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പോയി. പിന്നെ ഇവിടെ നിന്നാണ് കേട്ടോ വാപ്പാക്ക് വഴി തെറ്റിയത്. പോണ വഴിയിൽ നമ്മൾ റൈറ്റ് പോകേണ്ടത് വാപ്പ ലെഫ്റ്റാണ് കേട്ടോ പോയത്. അങ്ങനെ നമ്മളൊരു 30 കിലോമീറ്ററോളം പോയിട്ടുണ്ടാവും. പിന്നെയാണ് നമുക്ക് വഴി തെറ്റിയെന്നുള്ളത് അറിഞ്ഞ് നമ്മളിങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്നത് കേട്ടോ. നമ്മൾ നാടുകാണിച്ചുരം വഴി അങ്ങനെ കയറി പിന്നെ നമുക്ക് വയനാട് താമരശ്ശേരി വഴി തിരിച്ചു പോരാലോ എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അങ്ങനെ കുറച്ച് ആയപ്പോഴേക്കും കുട്ടികൾക്കൊക്കെ വിശക്കാൻ തുടങ്ങി. നമ്മൾ ഫുഡ് കഴിച്ചു. പിന്നെ ഞാൻ എൻ്റെ വീഡിയോസ് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 3:30-4 മണിയായപ്പോൾ നല്ലൊരു ചായയൊക്കെ കുടിച്ച് നമ്മൾ ഇറങ്ങി കേട്ടോ. അങ്ങനെ പോണ വഴിക്ക് ചായക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവൾക്ക് വേണ്ടാണ്ട് അവൾ കുടിച്ചില്ല. ഞാൻ ചായ തീരെ കുടിച്ചിട്ടില്ല കേട്ടോ. അതിനിടക്ക് മോള് ഞാൻ പറഞ്ഞ ഡിക്കിന്ന് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവളങ്ങനെ ഉറങ്ങി. പിന്നെ കുറച്ച് മസാലക്കടല, കുട്ടികൾക്ക് ഡാർക്ക് ഫാൻറ്റസി അങ്ങനെയുള്ളതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു.
ഇത് നമ്മളെപ്പോഴും അവക്കാഡോ മേടിക്കുമ്പോൾ ഇവിടെയൊക്കെ റേറ്റ് കൂടുതലാണ് കേട്ടോ. 260 രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ. അവിടെ 100 രൂപയാണ് കേട്ടോ 1 കിലോ. അതുപോലെ നല്ല അടക്കാപ്പഴം നമ്മൾ കട്ട് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് മുളകും പൊടി ഉപ്പൊക്കെ പിടിപ്പിച്ച് അവിടുന്ന് ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെന്നെ അവർ വാഷ് ചെയ്ത് കട്ട് ചെയ്ത് അതിനകത്ത് മുളകും പൊടിയും ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം. അതുപോലെ നമ്മൾ മാതള നാരങ്ങ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മേടിക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു ഈ സീസണിൽ മധുരം കുറവായിരിക്കും എന്നുള്ളത്. നമ്മൾ ഇവിടുന്ന് അത് മേടിച്ചില്ല. അങ്ങനെ നമ്മൾ വഴി തെറ്റി നേരെ കറക്റ്റ് ചെയ്ത് പോന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് തന്നെയാണ് വാപ്പ തിരിച്ചത്. എന്നാലും പിന്നെ ഫൈനലി നമ്മൾ അവിടെ അങ്ങനെ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. മുതുമലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ ഒക്കെ എന്തെങ്കിലും അനിമൽസിനെ സ്പോട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് കേട്ടോ നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ കയറിയപ്പോൾ വാപ്പ സൺറൂഫ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരുപാട് പോയി മുതുമലയിൽ കയറിയിട്ട് ഒരുപാട് പോയിട്ടോ. പക്ഷെ അവിടെ നിന്നൊന്നും അധികം വഴിയിലൊരു ആനനെ കണ്ടു. പക്ഷെ നമുക്കത് വീഡിയോസിനകത്ത് ഇൻക്ലൂഡ് ആക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് അങ്ങനെ പോയി. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കാട്ടിലെത്തിയിട്ടോ. അപ്പോൾ നമുക്ക് മാന് അതുപോലെ കുറേ ആനനെ കണ്ടു. ഞാൻ ഇതിന് മുൻപ് വാൽപ്പാറയിൽ പോയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് നമ്മളെ കാടിലൂടെ പോകുമ്പോൾ പ്രകൃതി ഭംഗി ആസ്വദിക്കുക, അതുപോലെ നല്ല ശുദ്ധവായു ശ്വസിക്കുക എന്നുള്ള ഇതോടൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ. പ്രകൃതി ഭംഗി ആസ്വദിക്കാനും അതുപോലെ മൃഗങ്ങളെ കാണാൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ വാപ്പാൻ്റെ കൂടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അവിടെ പോവാം എന്നാട്ടോ വാപ്പാനോട് പറയാറുള്ളത്. വാപ്പയും അങ്ങനെയുള്ളൊരു താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ കോമ്പായല്ലോ, അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് മുതുമലയിൽ നിന്ന് ഒരു ആനനെ അങ്ങനെ സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ബന്ദിപ്പൂരിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അവിടെ നമുക്ക് ഒരുപാട് ആന സ്പോട്ട് ചെയ്തു കേട്ടോ. പിടിയാന അതുപോലെ കുട്ടികളും ഒക്കെ ആയിട്ട് ഒരുപാട് ആനകളെ കണ്ടു. അതുപോലെ നമ്മളുടെ കാട്ടി ഉണ്ടല്ലോ, കാട്ടുപോത്ത്, അതിനെ കണ്ടു. അതുപോലെ ഒരുപാട് മാനിനെ കണ്ടു. നമ്മളിങ്ങനെ ചെറുതായിട്ട് അവിടെ നിന്ന് ചവിട്ടിയ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ടൈം നിർത്തിയതൊന്നുമില്ല. ജസ്റ്റ് അവിടെ നിന്ന് വീഡിയോ ക്ലിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവിടെ നിന്ന് വാപ്പ നിർത്തി ഞാനപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് ഇതിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ മുതുമല ബന്ദിപ്പൂര എന്ന് പറയുമ്പോൾ എനിക്ക് എന്തെങ്കിലും മൃഗങ്ങളെ കാണണം എന്നുള്ള എയിം വെച്ചിട്ടാണ് കേട്ടോ പോവുക. അങ്ങനെ ആകുമ്പോൾ അവിടുന്ന് അധികം ടൈമിൽ കാണാറുമുണ്ട്. ഈ വഴി പോകുമ്പോൾ എപ്പോഴും അനിമൽസിനെ കാണാറുണ്ട് കേട്ടോ. എക്സ്പെഷ്യലി എലിഫൻ്റ്. അതുപോലെ ഒരുപാട് മാനുകളുണ്ടായിരുന്നു കേട്ടോ. മാനിനെ ഒരുപാട് സ്പോട്ട് ചെയ്തു ഞങ്ങൾ. അതുപോലെ സിംഹവാലൻ കുരങ്ങ്, നമ്മളുടെ നോർമൽ കുരങ്ങ്, കാട്ടുപോത്ത്, ആന, അങ്ങനെയുള്ള ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിനിടയ്ക്ക് നമ്മളുടെ നാട്ടിലൂടെ നടന്നു പോകുന്ന നമുക്ക് ഇപ്പോൾ എപ്പോഴും നമ്മളെ നാട്ടിലുണ്ടാവും കേട്ടോ മയിലിനെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോയ ടൈമിൽ മഴ ഇല്ലാത്തത് കൊണ്ട് തന്നെ മൃഗങ്ങളൊക്കെ ഭക്ഷണം തേടി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ആനകളെ സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ മക്കൾക്ക് ഇവിടെ പുറത്ത് ഓപ്പൺ റൂഫിനകത്ത് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടൈം അവരവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാടിലൂടെ പോകുമ്പോൾ അങ്ങനെ അവിടുന്ന് നമ്മൾ മുത്തങ്ങ വഴി ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. മുത്തങ്ങ വഴി ഇറങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ സ്പോട്ട് ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിട്ടാട്ടോ മുത്തങ്ങ വഴി ഇറങ്ങാന്ന് പറഞ്ഞത്. അപ്പോൾ ആ പോണ വഴിയിൽ ഒരുപാട് നമ്മൾ ഫ്ലവേഴ്സ് കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. സൺഫ്ലവർ, അതുപോലെ നമ്മുടെ ചെണ്ടുമല്ലി, നമുക്ക് ചോളകം, അതുപോലെ കോറ, ചെറിയ ഉള്ളി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് അവിടെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ഒരു പ്ലേസിൽ വെച്ച് നിർത്തി കുറച്ച് സൺഫ്ലവേഴ്സിൻ്റെ വീഡിയോ എടുത്തു. അതുപോലെ നമുക്ക് ചെണ്ടുമല്ലിൻ്റെ ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വാപ്പാനോട് പറഞ്ഞപ്പോൾ ഇറങ്ങാമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് അവിടെ എൻട്രി ചെയ്യണമെങ്കിൽ ഒരാൾക്ക് 10 രൂപ വേണം കേട്ടോ. സംഭവം ഒരു നല്ലൊരു പാടത്തൊരു കൃഷിയാണ്. പക്ഷെ അവിടേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ 10 രൂപ വേണ്ട. എന്നാലും വേണ്ടിയില്ല, മക്കളുടെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മളവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ മലയാളികൾ തന്നെ ഒരുപാട് പേര് അവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ ഫോട്ടോസ് കവർ ചെയ്യാനും അതുപോലെ റീൽസായിട്ടും അങ്ങനെ ഒരുപാട് പേര് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരാൾക്ക് 10 രൂപയാണെന്ന് പറഞ്ഞാലും അവർക്കൊന്നും കുഴപ്പമില്ല. ഒരുപാട് പേര്, അവർക്ക് ഒരു ദിവസം തന്നെ നല്ലൊരു സംഖ്യ കിട്ടുന്നുണ്ടാവും കേട്ടോ. അങ്ങനെയൊക്കെ ആകുമ്പോൾ അപ്പോൾ വാപ്പയും ഉമ്മയും അതുപോലെ മോനും പോരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനും അനിയത്തിയും മക്കളും അവിടെ പോയി കുട്ടികളുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ കവർ ചെയ്തിട്ടു. അങ്ങനെ ഒരുപാട് പേര് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ
ചെണ്ടുമല്ലിയുടെ ഭാഗത്ത് നിന്നാണ് ഫോട്ടോ എടുത്തത്. സൺഫ്ലവറിന് നമ്മൾ അവിടെ ഇറങ്ങിയില്ല, ജസ്റ്റ് ഒരു വീഡിയോ മാത്രമേ കേട്ടോ എടുത്തിട്ടുള്ളൂ. അങ്ങനെ അവരുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇതിൽ ഇൻക്ലൂഡാക്കി. ലിനുവിനാണെങ്കിൽ അതിനകത്തുനിന്നൊരു ചെണ്ടുമല്ലി പറിക്കണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കായിരുന്നു കേട്ടോ. പിന്നെ ഫൈനലി അവളത് പറിച്ചു. നമ്മൾ പറഞ്ഞതൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ അവൾ പറിച്ചു കേട്ടോ. പിന്നെ അവിടെ ചെറിയ ഉള്ളിക്കൊക്കെ നല്ല വില കുറവാണ് കേട്ടോ. 2.5 കിലോ 50 രൂപ പറഞ്ഞിട്ട് നമ്മളെല്ലാവരും മേടിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞോൾക്കും അതുപോലെ നമുക്ക് വീട്ടിൽക്കും എനിക്കും നോഫിക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന്. 2.5 കിലോ 50 രൂപ പറഞ്ഞിട്ട്. അതുപോലെ തക്കാളി അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ വില കുറവുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അജിലിനെ ഇവിടുന്ന് നല്ലൊരു ചെണ്ടുമല്ലി പറിച്ചിട്ടുണ്ട്. നമ്മൾ ചെണ്ടുമല്ലി കാണുമ്പോൾ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് തോന്നുന്നത് ചെറുതാണെന്ന് കേട്ടോ. പക്ഷേ നമ്മൾ അടുത്ത് പോയി കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം വലിപ്പമുള്ള സാധനമാണ് കേട്ടോ. നമ്മൾ അവിടെ കൃഷിയാണ്. നമ്മൾ നാട്ടിലൊക്കെ വരാറുണ്ടല്ലോ ഓണത്തിനൊക്കെ, ഓണം സീസണിലൊക്കെ നമുക്ക് മെയിനായിട്ട് എന്താ ചെണ്ടുമല്ലി അങ്ങനെയുള്ള സംഭവങ്ങളാണല്ലോ, ഫ്ലവേഴ്സ്. അത് കഴിഞ്ഞ് നമ്മൾ മുത്തങ്ങ വഴി ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അവിടെയും ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മുത്തങ്ങ വഴി ഇറങ്ങി വരുമ്പോൾ നല്ലൊരു കൊമ്പനെ കണ്ടിട്ടോ. നമ്മുടെ റോഡ് സൈഡിനകത്ത് നല്ലൊരു കൊമ്പനാനെ കണ്ടിട്ടോ. നേരത്തെ നമ്മൾ പിടിയാൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടിരുന്നത്, പക്ഷേ ഇപ്പോൾ നല്ലൊരു കൊമ്പനാനെ കണ്ടിട്ടോ. അപ്പോൾ അത് വേറൊരു വൈബായി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോരുന്ന വഴിയിൽ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ച് കഴിച്ച് പിന്നെ നമ്മൾ ചുരമാണ് കേട്ടോ അത് ഇറങ്ങുന്നത്. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഞാൻ മുകളിൽ നിന്ന് താഴേക്കെടുത്ത വീഡിയോ ആണ് കേട്ടോ. ചുരം കയറുന്ന വീഡിയോ ആണ്, നമ്മളുടെ താമരശ്ശേരി ചുരം. അങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ നല്ലൊരു തട്ടുകടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ആകുമ്പോൾ നല്ല അടിപൊളി ഫുഡ് ഉണ്ട്. അടിപൊളി ഫുഡ് മീൻസ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറാട്ട, അതുപോലെ ബീഫ് റോസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് മുൻപും വാപ്പ അവിടുന്ന് വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഫുഡാണ്, നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതേ ഹോട്ടലിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല നെയ് റോസ്റ്റ്, അതുപോലെ നല്ല പൊറോട്ടയും ചിക്കൻ കറിയും പിന്നെ ബീഫ് റോസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് നമുക്ക് ഫുഡ് ഹെവി ആയിട്ടുള്ള ഫുഡ് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ലേറ്റായിട്ട് മക്കളും നമ്മളൊക്കെ അവിടുന്ന് ഫുഡ് കഴിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ റോഡിൻ്റെ അവസ്ഥ കണ്ടാൽ പതുക്കെ പോകുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്.